ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. എന്നാണ്ട് വിശേഷം? ഇന്ന് ഞാനൊരു കഥ പറയാം, കേട്ടോണം. ഇത് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരുന്ന കഥയാണ്. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ്, കഴിഞ്ഞ പ്രാവശ്യം പോവലിലൂടെ ഞാൻ പോയില്ലേ, പോകുന്നതിന് മുമ്പ് ഞാനൊരു പുള്ളിക്കാരിയെ ഈ ഫോണിലൂടെ വാട്സപ്പിൽ പരിചയപ്പെട്ട്. 2 കുട്ടികളാണ്, ഹസ്ബൻഡും വൈഫും 2 പിള്ളേരൊക്കെ ആയിട്ട് എറണാകുളത്ത് നല്ലൊരു സ്ഥലത്ത് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് പോകുന്നൊരു ഫാമിലിയാണ്. അപ്പോൾ ഈ പുള്ളിക്കാരി ഭർത്താവിന് സംശയം എന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട ഓരോരോ കാര്യങ്ങളും മെസ്സേജൊക്കെ പുള്ളിക്കിട്ടിരിക്കുന്ന സ്ത്രീകൾക്ക് പുള്ളിക്കാരിട്ടിരിക്കുന്ന മെസ്സേജും ഒരു പെണ്ണ് പുള്ളിക്കാരനിട്ടിരിക്കുന്ന മെസ്സേജും ഒക്കെ ഭർത്താവിന് പാസ് ചെയ്തിരിക്കുന്ന മെസ്സേജൊക്കെ എനിക്ക് ഇട്ടിട്ടുണ്ട്. സിംഗുമ ഇത് കേട്ട് സിംഗുമയ്ക്ക് എന്തോന്ന് ഇവരോട് എത്ര പറഞ്ഞിട്ടും ഇവരിതേക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയ്ക്കൊരു ഒറ്റ മോളുള്ളൂ, വേറെ പൊന്നാരിപ്പിച്ച് സ്നേഹിച്ചൊക്കെ വളർത്തിയൊരു മോളാണ്. ഒരു ടീച്ചറായിട്ട് പഠിക്കുക, MA BEd പുള്ളിക്കാരി, MA BEd അത്ര പഠിച്ചൊരു നല്ലൊരു സ്ത്രീ. അന്നത്തെ കാലത്ത് കുട്ടികൾ 2 പേരും വളർന്ന് വലുതായി, നീറ്റ് എക്സാമൊക്കെ പാസ്സായി. ഒരു കുട്ടി MBBSന് ചേർന്നു, ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2 പെൺകുട്ടികളുമായിട്ട് ഇങ്ങനെ സുഖമായിട്ട് എറണാകുളത്തിൽ നല്ലൊരു സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ നല്ലൊരു ഉദ്യോഗസ്ഥനാണ്. ഓഫീസിൽ തന്നെയുള്ള ഒരു സ്ത്രീയായിട്ട് ഒരു ചാറ്റിങ്ങിലൂടെ തുടങ്ങിയതാണ്. അങ്ങനെ തുടങ്ങി ഇത് വളരെ വൾഗറായി. അപ്പം ഇവർ ബഹളം വെച്ച് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരില്ലാത്ത പോലൊരവസ്ഥയായി. അങ്ങനെ ഇവർ ആ സ്ത്രീയെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. എന്നോട് പറഞ്ഞു കേട്ടോ, ആ സ്ത്രീയെ ഒന്ന് വിളിച്ച് പറയുന്നത്. എനിക്കങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയൊക്കെ ഭയങ്കര വിഷയത്തിൽ അങ്ങനെ അകപ്പെട്ട് ലാസ്റ്റ് ഞാൻ ഈ പോയി അങ്ങനെ കരച്ചില്ല. ഗൾഫിലോട്ട് പോയി പുള്ളിക്കാർ ഭയങ്കര കരച്ചിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ജോയിൻറ്റ് പെറ്റീഷനുള്ള ഇവർ ഡൈവേഴ്സായി. ഇവർ തിരിച്ച് ഇവരുടെ വീട്ടിലോട്ട് പോയി. ഈ വീട് പൂട്ടിയിട്ടിട്ട് ഈ ഭർത്താവ് അവിടെ താമസിക്കുന്നതുകൊണ്ട് അത് പെറ്റീഷനിലൂടെ പിന്നെ ഇതെന്താ പറയുക, മക്കളുടെയും കൂടെ പേര് അതിനകത്ത് വെച്ച് ഇവർക്കൊന്നും കൊടുത്തില്ല. മക്കളുടെ കൂടെ പേര് ആ വസ്തുവകകൾ മക്കളെ കൂടെ ഉൾപ്പെടുത്തി രജിസ്ട്രേഷനൊക്കെ കറക്റ്റ് ചെയ്ത് അവകാശം മക്കൾക്ക്, അയാളുടെ കാലശേഷം മക്കൾക്ക് കിട്ടുന്ന വീട്ടിലെല്ലാം കറക്റ്റ് ചെയ്ത് റെഡിയാക്കിയിട്ട് ഡൈവേഴ്സൊക്കെ ആയിട്ട് ഇവരുടെ വീട്ടിൽ പോയി. അമ്മയും നോക്കി അവിടെ നിന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ച്, സിങ്കു എനിക്കിനി ജീവിക്കാനൊരു മാർഗ്ഗവും ഇല്ല, കുറച്ച് സ്ഥലങ്ങളും ഒരു വീടും ഉള്ളു, കുറച്ച് സ്വർണ്ണങ്ങളുണ്ട്, ഞാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ബിസിനസ് പറഞ്ഞു കൊടുത്തെന്ന് വെച്ചാൽ അത് ഞാൻ എന്തോന്ന് നിങ്ങളെടുത്ത് വാട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം. പക്ഷെ അവരതിലങ്ങ് സക്സസ് ആയി ചക്കരകളെ, നല്ല രീതിയിൽ. അത് ആദ്യമൊക്കെ ഭയങ്കര നിരാശപ്പെട്ടാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു നല്ല നിലയിലായി, നല്ല ജീവിതമായി, അവർ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. 2 കുട്ടികളുമൊക്കെ ആയിട്ട് സമാധാന സന്തോഷമായിട്ട്. ഇയാൾ മറ്റേ സ്ത്രീ കല്യാണമൊന്നും ചെയ്തില്ല. ഇയാൾക്കൊരു ചെറിയൊരു വിഷയം വന്നു, ശാരീരികമായ ചെറിയ പ്രശ്നം വന്ന് ഒരു വശത്തേക്ക് കീറി ഇങ്ങനെ ഓടിപ്പോകുന്നു. എന്താണ് പറയുന്നത്, പാരലൈസിസ്, അങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഇവരെല്ലാം പോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായി. അങ്ങനെ ഇയാൾ ആദ്യം നമ്മുടെ അലോപ്പതി കാണിച്ച് അങ്ങനെ കുറേ നാൾ ആ ചികിത്സയായിരുന്നു. അപ്പോഴൊക്കെ സ്ത്രീ കൂടെ നിൽക്കുകയും ഹോം നേഴ്സിനൊക്കെ ചെയ്തു കൊടുത്ത്. അയാളുടെ കാമുകിയായിട്ടുള്ള സ്ത്രീ, അവർ നേരിട്ട് കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, അവർക്ക് വേറെ ഭർത്താവുള്ളത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഭർത്താവ് ആ സ്ത്രീക്ക് ഡൈവേഴ്സ് കൊടുത്തില്ല, അതുകൊണ്ട് ഇയാളെ കെട്ടാൻ പറ്റിയില്ല. കേട്ടോണം. അങ്ങനെ അവരുടെ ഡൈവേഴ്സ് ഇങ്ങനെ നീണ്ടു പോകുന്നതിനാൽ അല്ല ഡൈവേഴ്സ് ചെയ്ത് ഇയാളെ കല്യാണം കഴിക്കേണ്ടതാണ്. അങ്ങനെ എന്ത് ചെയ്യാനാണ്, ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ എന്താണ് ഇങ്ങനെ വിറവലിൻ്റെ അസുഖം, വിറവൽ വരുന്ന നമ്മുടെ ജഗദീഷിൻ്റെ ഭാര്യയ്ക്കൊക്കെ വന്നൊരു ശരീരത്തിന് ഇങ്ങനെ വരുന്ന എന്താ അസുഖം, അങ്ങനെ നമുക്ക് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ അസുഖം പോലെയായി പുള്ളിക്കാരന്. അങ്ങനെയായി വൈഫിനൊക്കെ വന്നിട്ടുള്ള ജഗദീഷേട്ടൻ്റെ വൈഫിനൊക്കെ വന്നിട്ടുള്ള അസുഖമാണ്. അങ്ങനെ വന്നിട്ട് പുള്ളിക്കാരൻ സീരിയസ് ആയിട്ടിങ്ങനെ ഒരുവിധം വയ്യാതെ ആശുപത്രി കിടക്കുമ്പോൾ എല്ലാവരും ഉപദേശിച്ചതിന് വേർത്തി മക്കളെയൊക്കെ കാണാൻ വിട്ട്. പക്ഷേ ഇയാളെ നോക്കാൻ ആരുമില്ല. എന്തെല്ലാം ചെയ്തിട്ടും ഇന്ന് വരുന്ന ഹോം നേഴ്സ് നാളെ നിൽക്കത്തില്ല. അങ്ങനെ ഓരോരോ പ്രശ്നമായി, ഒരു രക്ഷയില്ല. അപ്പോൾ പിന്നെ മക്കളെ വിളിച്ച് അവരുടെ ബന്ധുക്കളും ആൾക്കാരും എല്ലാം സാമ്പത്തികമുള്ളവരാണ്, എല്ലാം വിളിച്ച് പറഞ്ഞ് അച്ഛനെ ഒന്ന് കൊണ്ടുപോകുക. മറ്റേ പെണ്ണുമ്പളെ വരുന്നില്ല, സ്ത്രീ അവർ വരുന്നില്ല. പിന്നെ അവർ ഇയാളെ നോക്കുന്നില്ല, മടുത്ത്. ഓരോരോ ആണുങ്ങൾ വരുത്തി വെക്കുന്നേ.
ഈ സ്ത്രീ ഇവരുടെ മനസ്സ് ഇവർ പറഞ്ഞേ ഇവരിപ്പോൾ എന്നെ വിളിച്ചിരുന്നു, അവരുകൊണ്ട് ഇതൊക്കെ പറയും കാര്യങ്ങളിങ്ങനെ പറഞ്ഞു തന്നു. അയാളുടെ കിടപ്പ് എല്ലാം എനിക്ക് ഫോട്ടോ ഇട്ട് തന്നു. എന്നെ പോലെ മക്കൾ പോയി കാണുന്നതും ഇല്ല. ഇവർ പോയി, ഇവർ കാണാൻ കയറിയില്ല. മക്കളെ കൊണ്ട് വാതൊക്കെ ചെന്ന് വണ്ടി നിർത്തി മക്കളെ കയറ്റി കാണിച്ചു. അവർ കണ്ടില്ലെന്ന് പറഞ്ഞു. അയാൾ നിർധനമായ ഒരവസ്ഥയിലായിപ്പോയി. എന്നിട്ട് ഈ എല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ പറഞ്ഞ് ബന്ധുക്കളും ആൾക്കാരില്ല, മക്കളെ കാണിക്കണം, മക്കൾ അച്ഛനെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾക്ക് നോക്കാൻ പറ്റില്ല, രണ്ടുപേരും പഠിക്കുന്ന പിള്ളേരല്ലേ. ഞാൻ പറഞ്ഞു തരാം. അപ്പം ഇവർ മക്കളുടെ വിദ്യാഭ്യാസം വിട്ട് കളിക്കാൻ പറ്റത്തില്ലെന്നാണ് ഇവരും പറയുന്നത്. ശരിയാണ്. ഇനി എന്തായാലും ഇങ്ങനെ പോയതല്ലേ, പോയത് കൊണ്ടല്ലേ ഇങ്ങനെ ഡൈവേഴ്സ് ചെയ്ത് അവർക്ക് ജീവിതത്തിൽ നിന്ന് മാറണം. ഇയാൾ നിർബന്ധപൂർവ്വം ഡൈവേഴ്സിന് വേണ്ടിയിട്ട് ഇയാളാണ് കൂടുതൽ ശ്രമിച്ചത്. എല്ലാം സെറ്റായി വന്നപ്പോൾ മറ്റവരുടെ ഭർത്താവ് സമ്മതിക്കേണ്ടതാണ് ഇവർക്ക് സെറ്റാകാൻ പറ്റാഞ്ഞത്, ഒന്നാകാൻ പറ്റാഞ്ഞത്. പക്ഷേ ഇങ്ങനെ സംഭവം നടന്നപ്പോൾ ആ സ്ത്രീയുടെ ആത്മാർത്ഥം അവർ കൈ ഒഴുകി പൂർണ്ണമായിട്ട്. ഈ പൈസയൊക്കെ ഓവറാകുന്നു, ഇങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വിട്ട് കാശ് മുടക്കണം, പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായി. കൈ ഒഴിഞ്ഞ് ഇപ്പം ഇവരെന്നോട് വിളിച്ച മിനിഞ്ഞാന്ന് പോലെ എന്നെ വിളിക്കുന്നത്, എന്നെ എടുക്കുന്നില്ലായിരുന്നു ഫോൺ. അങ്ങനെ ഇപ്പോൾ എടുത്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ പോലത്തെ പ്രശ്നം. അപ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം സിംഗു എന്നൊക്കെ ചോദിക്കുന്നു. സത്യത്തിൽ ഞാൻ എന്തൊരു മറുപടി പറഞ്ഞു കൊടുക്കണം? ഇതിപ്പോൾ കേൾക്കുന്നവരുടെ ബന്ധുപത്രാദികൾക്കും ആൾക്കാർക്കും അയൽക്കാർക്കും ഒക്കെ അറിയാൻ പറ്റും, ഫ്രണ്ട്സിനൊക്കെ അറിയാൻ പറ്റും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എങ്കിലും എന്ത് ചെയ്യണം സിംഗു? അവർ പറഞ്ഞ് എൻ്റെ മനസ്സിലിപ്പോൾ ഒരു തരി പോലും അങ്ങേരോട് സ്നേഹമില്ല, ഞാനത് ഓർത്ത് വിലപിച്ചിരുന്നു. ഞാൻ അവരെ ബോൾഡാക്കിയത്, അത് മറക്കണം, അങ്ങനെ ഒരാളില്ല, ജീവിതത്തിൽ നിന്ന് മരിച്ചു പോയെന്ന് വിചാരിച്ചു എന്നെ നിരന്തരം വിളിച്ചുകൊണ്ട് ഞാൻ അവർക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുത്താണ് അവർക്കൊരു സിംഗു അല്ലേ എനിക്കൊരു ജീവൻ തന്ന സ്ത്രീ എന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയ്ക്ക് അവർ ഒക്കെ എന്നോട് പേര് സ്നേഹമാണ്. ഞാൻ അവർക്ക് അത്ര സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊന്ന് നേരെ നിന്നത്, കരയാതെ നിന്ന്, സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്തത് എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യണം സിംഗു? പിന്നെ സിംഗു പറയുന്നത് പോലെ ഞാൻ ചെയ്യാമെന്ന്. സത്യമാണ്, എനിക്ക് പാവം തോന്നിപ്പോയി. പാവ സ്ത്രീ, നല്ല സ്ത്രീയല്ലേ അവർ. ഞാൻ എന്ത് പറഞ്ഞു കൊടുക്കണം? ഞാൻ പറഞ്ഞ് മോള് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, പക്ഷേ ഒരു ഹോം നേഴ്സിനെ വെച്ചിട്ട് മോളുടെ നിയന്ത്രണത്തിൽ കാര്യങ്ങൾ വരുത്തുക. മോള് വേണമെങ്കിൽ ആ വീട്ടിലോട്ട് താമസം മാറുക. പുള്ളി ഒരു റൂമിൽ കിടക്കാൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ കിടക്കുകയാണ്. എന്തായാലും നിങ്ങൾ വേറെ വിവാഹം കഴിച്ചിട്ടില്ല, ആ വീട്ടിലേക്ക് താമസം മാറുക. എന്നിട്ട് ഇപ്പോൾ ഒരു കോള് വന്നു, എൻ്റെ ആ ഫ്ലോ പോയി. അപ്പം ഞാനപ്പോൾ അവരോട് പറഞ്ഞു കൊടുത്ത് ആ വീട്ടിലോട്ട് താമസം മാറുക കുട്ടികളുമായിട്ട്, പഴയ പോലെ ജീവിതം. പുള്ളിയെ നോക്കിയേ വേണ്ട, ജോലിക്കാരെ എല്ലാം പുള്ളിക്ക് പെൻഷനും സംഭവമൊക്കെ കിട്ടുന്ന ഒരു ജോലിക്കാരെ വെച്ച് പുള്ളിയെ എല്ലാം നീറ്റായിട്ടും വൃത്തിയായിട്ട് നോക്കുക. മക്കളുടെ അച്ഛനാണ് എന്തായാലും. നിങ്ങളെന്തായാലും വേറെ വിവാഹം കഴിച്ചിട്ടില്ല, നിങ്ങളുടെ വീടാണത്. നിങ്ങൾ സന്തോഷമായിട്ടും മക്കളുമായിട്ട് ആ വീട്ടിൽ താമസിക്കുക. ഏതായാലും ഒരു തെറ്റ് പറ്റി ക്ഷമിക്കുക, ഇനി മറ്റവരും അടിച്ചോടിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്ത ചക്കരകളെ. നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്തൂടെ പറയണമേ. അവരിത് കാണും, നിങ്ങളുടെ എല്ലാം കമൻറ്റ് നോക്കിയിരിക്കുമായിരിക്കും. ശരിക്കും അതല്ലേ വേണ്ടത്? അബദ്ധം പറഞ്ഞു പോയി പിന്നെ തിരിച്ച് നമ്മൾ എത്ര പറഞ്ഞാലും അത് വെൽഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക്. പക്ഷേ എങ്കിൽ ഒരു ജീവിത കലക്കില്ലേ ഒരു സ്ത്രീ, നല്ലൊരു കുടുംബമായിട്ട് ജീവിച്ചു. അവർ പറയും എനിക്കിനി അങ്ങനെ സ്നേഹിക്കാൻ, എനിക്കങ്ങനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പ് വരും, എനിക്ക് പറ്റില്ല സിംഗു, അതെനിക്ക് പറ്റില്ല. പക്ഷെ സിംഗു പറയുന്നത് ഞാൻ ചെയ്യാമെന്നാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞു കൊടുത്തു. അല്ലാതെ അയാളെ നോക്കലെന്നും പറഞ്ഞില്ല, അയാളെ പെരുവിലോട്ട് ഉപേക്ഷിക്കാൻ പറഞ്ഞില്ല, മക്കളെ കാണിക്കില്ലെന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞു കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അയാൾ എന്തായാലും പ്രായശ്ചിത്തം, അയാൾക്ക് എന്ത് പറയണമെന്നറിയത്തില്ല. അയാൾ മക്കളോട് പറയുന്നത് അമ്മയൊന്നും എൻ്റെ അടുത്ത് വരാൻ പറ, വെറുതെ ഒന്ന് കാണാൻ, മക്കളെ ഒന്ന് എന്നെ ഒന്ന് കാണാൻ പറ എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഞാനിതൊക്കെ നമ്മൾ ശരിക്കും ഒരു സിനിമാ കഥ പോലെ ഇരിക്കുന്നല്ലേ. ഇപ്പോൾ കണ്ട ആവതുള്ള കാലത്ത് സൗന്ദര്യത്തോടെ, വളരെ സുന്ദരനാണ് പുള്ളിക്കാരൻ, സൗന്ദര്യത്തോടെ ഇരിക്കുമ്പം ആവതുള്ള കാലത്ത് നമുക്ക് നമ്മുടെ കുടുംബം മറന്നു പോകരുത് ഒരിക്കലും. സ്ത്രീയാണേലും പുരുഷനാണേലും നമ്മൾ നല്ലതായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ ഒരുപാട് പേര് വരും. അത് നമ്മളെ പെരുവഴിയിൽ ഇറക്കാൻ വേണ്ടി വരുന്നതാണ്. ഒരിക്കലും നമ്മുടെ കുടുംബത്തെ വിട്ട് നമ്മുടെ ഭർത്താവിനെ പറ്റിക്കരുത് ഒരിക്കലും, നമ്മുടെ ഭാര്യയെ പറ്റിക്കരുത് ഒരിക്കലും. എന്നിട്ട് അവരങ്ങ് പോകും. നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസമാണ് കുടുംബബന്ധത്തിലെ ആദ്യത്തെ അടിസ്ഥാന ഘടകം. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരിക്കലും ഒരു വീട്ടിൽ നമുക്ക് പഴയ പോലെ നമ്മൾ എന്തെല്ലാം ശ്രമിച്ചാലും ആകത്തില്ല. എത്ര ചക്കരയും മുത്തേ പൊന്നാരെ വിളിച്ചാലും ആ ഭാര്യ പിന്നെ ഭർത്താവിനെ വിശ്വസിക്കത്തില്ല. ഭർത്താവാണ് തെറ്റിയെന്നെങ്കിൽ ഭാര്യയും വിശ്വസിക്കില്ല. അങ്ങോട്ട് വീണ്ടും നമ്മൾ അല്ലേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത എന്ന് പറഞ്ഞ ഒരു വിശ്വാസത്തിൻ്റെ നൂലിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അതൊരിക്കലും പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം. അതാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ കണ്ടേ, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തെല്ലാം പറഞ്ഞാൽ ആ സ്ത്രീ തന്നെ മുൻകൈ എടുക്കണ്ടേ. മറ്റൊരു സുഖം വേണ്ടി വന്നൊരു സുഖം കഴിഞ്ഞപ്പോൾ അവൾ പോയില്ലേ. അതാണ്
അപ്പം ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആ സ്ത്രീ അയാളുടെ ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ വാങ്ങി വേറെ സ്ഥലത്തേക്ക് താമസം കൂടെ മാറിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്തതില്ല. അയാൾ വിളിപ്പിക്കാൻ ശ്രമിക്കും. അപ്പം അയാളുടെ ഒരുപാട് പൈസയും സംഭവങ്ങളും ഒക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പുതിയ വീട് മേടിച്ചു, അതിൽ ഇയാൾ ഒരുപാട് ലോൺ എടുത്ത അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് പോയതെല്ലാം പോയതാണ്. ഇപ്പം സ്വന്തം ഭാര്യ മക്കളും തന്നെ അവസാനം ഉപകരിച്ച് അനേകം പേര് ഇത് മനസ്സിലാക്കാനുണ്ട് അല്ലേ. നമുക്ക് ഒരുപാട് ഇപ്പം ഞാൻ പോലും സിറ്റുവേഷനിൽ ഇപ്പം നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോൾ നമ്മളെ ഇപ്പം ഞാനും പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, അവിടെ ഇവിടെയായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. നമ്മളെ ഇപ്പോൾ ഈ പ്രായമൊന്നും വിചാരിക്കണം, നമ്മളെ ഇങ്ങനെ ട്യൂൺ ചെയ്യാൻ ശ്രമിക്കും. എന്നെപ്പോലും ഒരുപാട് അനവധി സ്ത്രീകളുണ്ട്, അനവധി പുരുഷന്മാരുണ്ട്. ശ്രമിക്കുമ്പം നമ്മളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സീരിയസ്നെസ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമുക്ക് നഷ്ടപ്പെട്ട് വേറെ ആർക്കുമല്ല. അവനവൻ്റെ ജീവിതം അവനവൻ്റെ കയ്യിലാണ് ഭദ്രമായിട്ടിരിക്കേണ്ടത്. ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ ഒറ്റക്ക് നിൽക്കുന്ന പുരുഷനെ ഒക്കെ ഇപ്പം ആ മനുഷ്യൻ ടൂറിന് ബിസിനസ് ടൂർ ഈ കമ്പനി വക എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാനും അങ്ങനെയൊക്കെ പോകേണ്ടി വരുമ്പോൾ ഇവർ കൂടെ പോകുമായിരുന്നു. അങ്ങനെയൊക്കെ അവർ തമ്മിൽ അടുപ്പമുണ്ടായതാണ്. അങ്ങനെ പയ്യെ ഒരു മെസ്സേജ് ഇട്ടതാണ്. ഇങ്ങനെ ഒരു സന്തോഷത്തിന്, ഒരു രസത്തിനാണ് ആദ്യം പറഞ്ഞത്. ഒരു രസം, ആ രസം കൂടിയതാണ്. ഇപ്പോൾ ഒരു പുതിയ സംഭവമുണ്ട്. ഓഫീസിലൊരു ലൈൻ ഉണ്ടായിരിക്കും, വീട്ടിൽ ഭാര്യ വേറെ, ബെസ്റ്റി. ഇപ്പോഴത്തെ പുതിയ തലമുറ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവസാനം ഇത് വലിയ കൂടാലിയായി തീരും. നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്ന ആൾ, നമുക്ക് വേണ്ടി മാത്രമുള്ള ആൾ, നമ്മുടെ എല്ലാം നമ്മുടെ ചങ്കായിരിക്കണം. അവിടേക്ക് വേറൊരാളെ കയറ്റിയിരുത്തരുത്. അതുപോലെ നമ്മുടെ ഭർത്താവ് നമ്മുടെ എല്ലാമായിട്ടുള്ള ഒരാളായിരിക്കും അല്ലേ. അവിടെയായിട്ട് വേറൊരാളെ തമാശയ്ക്ക് പോലും കയറ്റിയിരുത്തരുത്. അത് സീരിയസ് വലിയ പ്രശ്നത്തിലേക്ക് പോകും. കുടുംബബന്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പര വിശ്വാസം തന്നെയാണ്. വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് ജീവിച്ചിട്ട് നരകത്തിൽ ജീവിക്കുന്ന കയ്പ് അല്ലേ. പരസ്പരം എന്തെല്ലാം എത്ര മാപ്പ് കൊടുത്ത് നമ്മൾ ഇനിയൊരു ജീവിതം തുടങ്ങിയാലും നമ്മുടെ ഉള്ളിൽ നിന്ന് കറ എനിക്ക് പോകത്തില്ല. നിങ്ങൾക്കും അങ്ങനെയാണല്ലേ. നിങ്ങൾ അതിനൊരു കമൻ്റ് ഇടണേ. അവർക്ക് ഇപ്പോൾ സിംഗുമ്മ ഞാനിതാണ് പറഞ്ഞു കൊടുത്തത്. നിങ്ങൾ ധൈര്യമായിട്ട് ആ വീട്ടിൽ വന്ന് താമസിക്കുക. എറണാകുളത്ത് നല്ല വീടൊക്കെയാണ്, നല്ല കാറും നല്ല വീടും മുൻവശത്ത് നല്ല പൂന്തോട്ടവും ഒക്കെയുള്ള നല്ല വീടാണ്. അപ്പോൾ അവിടെ ആളെ നിർത്തി നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അമ്മയായിട്ട് ഇവിടെ വന്ന് താമസിച്ചിട്ട് ഈ ഭാഗത്തായിട്ട് നോക്കണ്ട നിങ്ങൾ, പക്ഷേങ്കിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് ദൈവം കാണുമെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. പ്രപഞ്ചം എന്ന് പറയുന്നത് സത്യമുള്ള സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്താലും ആര് നമ്മളെ കണ്ടില്ലെങ്കിലും ഈശ്വരൻ നമ്മളെ കാണും. നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് നന്മ തന്നെ വരുത്തുള്ളൂ. ഒരിക്കലും നന്മ വിതച്ചിട്ട് തിന്മ വരുത്തേയില്ല. നന്മ തന്നെ കൊയ്യാൻ പറ്റും. അവരുടെ സ്നേഹം സത്യമായിരുന്നത് കൊണ്ടാണ് ഇയാൾക്ക് ഇന്നിത് വന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ നിങ്ങൾ കമൻ്റ് ഇടണേ. ആ പുള്ളിക്കാരിക്ക് ആശ്വാസം കൊടുക്കുന്ന കമൻറ്റ് തന്നെ ഇടണേ. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചതിന് ഞാൻ പറഞ്ഞ സജഷനാണോ നിങ്ങൾക്കുള്ളത്, അഥവാ അയാളെ നോക്കരുത് ഉപേക്ഷിച്ച് കളയുന്നതാണ് ഉള്ളത് ഒന്ന് പറയുക. ഒരു കമൻ്റ് ഇടുക ചക്കരകളെ, മഹാലക്ഷ്മികളെ. ഓക്കെ.